ഇപ്പോഴും സർവീസിൽ ഈ വനിതാ IPS ഇത്തരം പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ഒരു ലേഡി പെർട്ടിക്കുലർ ലേഡി IPS ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു അവസരത്തിലും ഇതുപോലെ ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് വെരി സർപ്രൈസിങ് ടു ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ അറിയാമല്ലോ, എന്ത് ഭംഗിയുള്ള നല്ല സുന്ദരികളായിട്ടുള്ള IPS ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പ്രവർത്തിക്കേണ്ടതാണ്. നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോലും ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ ഉള്ള സ്ഥലത്ത് പോലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ യൂണിഫോം ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ഒരൊറ്റ മുറി, ഡ്രിൽ ഡ്രസ്സിൽ നിന്ന് യൂണിഫോം ഇടാനായിട്ട് ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഡ്രിൽ ഡ്രസ്സ് ഊരി മറ്റേ യൂണിഫോം കാക്കി യൂണിഫോം ഇട്ട് ഷൂസ് ഫിറ്റ് ചെയ്ത് കെട്ടി റെഡി ആയിട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ചാണ് ആ സ്വിമ്മിംഗ് ഡ്രസ്സ് ഇട്ടോണ്ട് പൂളിൽ ചാടുന്നത്. ഇതുവരെ ഇതുപോലെയുള്ള ഒരു കമൻറ്റ് ആരുടെ കയ്യിൽ എൻ്റെ സഹപ്രവർത്തകരുടെ ഇദ്ദേഹത്തിൻ്റെ നല്ലാതെ വന്നിട്ടേ ഇല്ല. എനിക്ക് മലയാളി ആയിട്ടുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി മാത്രമാണ് ഇങ്ങനെ നോട്ടം ചൂഴുന്നത്. അതാണ് ഋഷിരാജ് സാറ് പറഞ്ഞത്. ഇതുപോലെ വേറെ ആരും അത് ചെയ്യുന്നതായിട്ട് എൻ്റെ നേരെ എന്തായാലും ഉണ്ടായിട്ടില്ല. ഞാൻ CBIയിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. പരിഹരിക്കാനായിട്ട് രാഷ്ട്രീയക്കാർക്കും കാരണം അവർക്ക് ഇത്തരം താല്പര്യങ്ങളുള്ളതുകൊണ്ടായിരിക്കും. പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു ശരി എന്നുള്ളത്. നമ്മൾ തന്നെ സ്വയം നേരിട്ട് അതിനെ പരിഹരിക്കുക, ഇഗ്നോർ ഇറ്റ് ടു ദ ബെസ്റ്റ്. അതാണ് ബെസ്റ്റ് തിങ്. നമ്മളെ ഹേർട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില വനിതാ താഴോട്ടുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിൻ്റെ കാര്യം ഇതിലും കഷ്ടമാണ്. ഞാനൊരു കേസിനകത്ത് ഒരു വനിതാ SIയെയും ഒരു SPയെയും കൂടെ പിടിച്ചിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ വെച്ചിട്ട്. ഒരു SP ആണ്, ഒരു ജില്ലാ SP ആണ്, ഒരു വനിതാ SIയുമായിട്ട് പ്രൊമോട്ടഡ് ആയി. ഈ ഒരു കാര്യം ഞാൻ DGPക്ക് റിപ്പോർട്ട് ചെയ്ത് ആളെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരണം അത് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ വനിതാ SI വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കഷ്ടമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളെങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് ഞാൻ എന്ത് ചെയ്യാൻ, നിവൃത്തിയില്ല. ഞാൻ അദ്ദേഹം പറയുമ്പോൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഇത് നിരന്തരം സംഭവിക്കില്ല. ഞാനത് ഇപ്പം ഇത് മാഡം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം അതാണ്. ഈ വനിതാ SIമാരുടെ അവസ്ഥ അതിദയനീയമായിരിക്കും. കാരണം അവർക്ക് ഒരു അക്സസിബിലിറ്റി പോലും ഇല്ല മക്കളിലേക്ക്. ഈ DYSPയുടെ താഴെയുള്ള SPയുടെ താഴെയുള്ള ആളുകളുമായിട്ട് അവർക്ക് വനിതാ ഓഫീസേഴ്സിനെ സമീപിക്കാം. പക്ഷേ അവർക്ക് നാണക്കേടും പിന്നെ അവർക്ക് ബാക്കിയുള്ള നുണക്കഥകൾ പറയാം. സോ ദിസ് ഈസ് എ ബെയിൻ ഇൻ പോലീസ്. എൻ്റെ ചോദ്യം, അപ്പം പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസിൽ ഇതാണെങ്കിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കും അല്ലേ?